Hi, I'm Hiaz Bakar, Australian RMA from Melbourne. Currently, I'm traveling to our offices. ഞങ്ങളുടെ ഓഫീസിൽ ഒരുപാട് പേര് PR ആയിട്ട് ഗ്രാൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞങ്ങൾ അനദർ ക്ലയന്റ് ആണ്, മിസ്റ്റർ ഹരികൃഷ്ണൻ, ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആണ്. സബ് ക്ലാസ് 491 വിസ ഗ്രാൻഡ് ആയിട്ടുണ്ട്. വിക്ടോറിയ സ്പോൺസർഷിപ്പ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് കുറച്ചൊരു ഫീഡ്ബാക്ക് പുള്ളിയോട് ഒന്ന് ചോദിച്ചു നോക്കാം. ഹായ് ഹരികൃഷ്ണൻ, വെരി ഹാപ്പി ഫോർ യു. കാരണം അത്ര എളുപ്പമല്ല ഇപ്പൊ പെട്ടെന്ന് ഇൻവിറ്റേഷൻ കിട്ടാൻ. അപ്പോൾ വി ആർ വെരി ഹാപ്പി ഫോർ യു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ് എയ്സ് ഓസ്ട്രേലിയനെ നിങ്ങൾ കണ്ടെത്തിയത്? എയ്സ് ഓസ്ട്രേലിയയുടെ കാര്യത്തിൽ എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ ഈ ഓസ്ട്രേലിയൻ ഫാർമസി കൗൺസിലിന്റെ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതൊരു കഴിഞ്ഞ 2023 ജൂലൈയിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം PT എക്സാമിന്റെ കാര്യമൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ അച്ഛനും അമ്മയും ഇതേമാതിരി നോക്കി പാരന്റ്സ് തന്നെയാണ് ഹെൽപ്പ് ചെയ്ത് എത്തിയത്. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്നും അറിയേണ്ടി വന്നിട്ടില്ല സത്യം ഇവിടെ വന്നതിന് ശേഷം. അപ്പോ പാരന്റ്സിന് ഓൾറെഡി മാരാ ഓതറൈസ്ഡ് ഓഫീസിനെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയായിരുന്നു അല്ലേ? അറിയായിരുന്നു പാരന്റ്സിന്. ദാറ്റ്സ് വൈ യു റീച്ച്ഡ്. ഞങ്ങൾ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മാരാ ഓതറൈസ്ഡ് ഓഫീസ് ആണ്. വെരി ഹാപ്പി ടു ഹിയർ. അത് കഴിഞ്ഞു പിന്നെ വിക്ടോറിയ ഇൻവിറ്റേഷൻ വന്നു, ഗോൾഡൻ മെയിൽ വന്നു. അപ്പോൾ എന്തായിരുന്നു ആ സമയത്ത് എക്സ്പീരിയൻസ്? അവിടെ നിങ്ങളുടെ ഓഫീസ് സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഓഫീസ് സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെയായിരുന്നു. എന്ത് കാര്യത്തിന് ചോദിച്ചാലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു ഇത് തന്നെയായിരുന്നു. നല്ല സപ്പോർട്ടിങ് ഒരു അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു എയിംസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല 491 കിട്ടുന്നുള്ള ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ആർക്കും കിട്ടാത്തൊരു കുറെ പേര് എന്റെ ഒപ്പം ഈ ക്യാപ്സ് പഠിച്ച കുറെ പേർക്ക് കുറച്ചു പേർക്ക് കിട്ടി. പോകാനുള്ളൊരു ഒരുപാട് ബാക്കി കിടക്കുന്നതാണ്. അപ്പോ പോവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നിട്ട് നമുക്ക് വിക്ടോറിയ സ്റ്റേറ്റ് നോമിനേഷൻ വന്നു. പിന്നെ നമുക്ക് വിസ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായി, സബ് ക്ലാസ് 491. അപ്പോൾ വലിയ ചെക്ക് ലിസ്റ്റ്, ഫോമുകള്, നിങ്ങളെ ഹിസ്റ്ററി, വലിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് എങ്ങനെയായിരുന്നു? നിങ്ങൾ ശരിക്കും നിങ്ങൾ ഡയറക്റ്റ് ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ? അത് ഓൺലൈനായിട്ട് പരസ്പരം കാണാതെ സപ്പോർട്ട് ചെയ്യായിരുന്നു? എങ്ങനെ, ഹൗ വാസ് ഇറ്റ്? ഇല്ല, എനിക്കിവിടെ വരേണ്ട കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഏജൻസി ആണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ പാരന്റ്സിനെ കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെ ആയിരുന്നില്ല, രവിപുരത്തായിരുന്നു. അപ്പൊ അന്ന് സംസാരിച്ച് പോയിട്ടേ ഉള്ളൂ. അതിനുശേഷം ഇന്നാണ് വരുന്നത്. അതെ, ഓൺലൈനായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എന്റെ കേസ് ഓഫീസർ റോഷൻ സാറായിരുന്നു. പുള്ളിയായിരുന്നു എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് കാര്യത്തിനാണെങ്കിലും ഓരോ നിസാര കാര്യത്തിന് വരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയെ. കാരണം എന്താ വെച്ചാൽ അതില് തെറ്റൊന്നും എന്റെ പേരിനെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു ഇതുണ്ടായിരുന്നു. ഹരികൃഷ്ണൻ C എന്നാണ് എല്ലാ സർട്ടിഫിക്കറ്റിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ പാസ്പോർട്ടിൽ ആ സിയുടെ എക്സ്പാൻഷനും ഉണ്ട്. ചാലാട്ടിൽ വീട്ടുപേരും കൂടി ചേർത്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റേതായിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പണികളും ഇതിന്റെ ഭാഗമായിട്ട് പിന്നെ പോയി. പിന്നെ ഗ്രാൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഓൺലൈൻ കംപ്ലീറ്റ് ചെയ്തു. മെഡിക്കൽ സ്റ്റേജ്, PCC സ്റ്റേജ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ എവിടെയാണ്? മെഡിക്കല് നമ്മുടെ തിരുവനന്തപുരം കിംസിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്തു. അപ്പോ വെരി ഹാപ്പി ടു ഹിയർ. ഇപ്പൊ ഗ്രാൻഡ് ആയി. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? വാട്ട്സ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? ഇപ്പൊ ഗ്രാൻഡ് ആയി എന്നാ പോകുന്നത്? ഞാൻ അടുത്ത മാസം പോവാണ്. എന്താണ് ഫ്യൂച്ചർ സ്റ്റെപ്പുകൾ? എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ? അവിടെ ചെല്ലുക, ഫസ്റ്റ് ഒരു ഇന്റേൺ ആയിട്ടോ അങ്ങനെ എങ്ങനെയും വർക്ക് ചെയ്യാ, നമ്മുടെ ഒരു പ്രൊഫഷൻ ബിൽഡ് ചെയ്യാ. അതെ. അപ്പോ ഫുൾ ടൈം ഫാർമസിസ്റ്റ്, ഫുൾ ലൈസൻസ് എടുക്കുക, ഫാർമസിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ്, ഇനി ആരെങ്കിലും ഓസ്ട്രേലിയൻ മൈഗ്രേഷനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എയ്സിനെ സജസ്റ്റ് ചെയ്യോ? എന്തൊക്കെയാണ്? വാട്ട് യു വിൽ ടെൽ? ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അത് കിട്ടുന്ന വിചാരിച്ചതല്ല. പക്ഷെ എനിക്കിവിടെ വരാതെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതെന്നെ ഒരു വലിയൊരു ഹെൽപ്പാണ്. ഓക്കെ, വെരി ഹാപ്പി ടു ഹിയർ. ഫ്യൂച്ചർ ഉഷാറായിട്ട് പോട്ടെ. ഇനി ഐ തിങ്ക് യു ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. വൈഫൊക്കെ അപ്ലൈ ചെയ്ത് വൈഫ് ലെറ്റ് ഹെർ ഓൾസോ കം ടു ഓസ്ട്രേലിയ ആൻഡ് എൻജോയ്. വി ആർ റിയലി ഹാപ്പി ആൻഡ് വെൽക്കം ടു ഓസ്ട്രേലിയ ആൻഡ് എസ്പെഷ്യലി വെൽക്കം ടു വിക്ടോറിയ വേർ ഐ ആം ഓൾസോ ലിവിംഗ്. ആൻഡ് ഫ്യൂച്ചറിൽ we will be supporting for every service including citizenship. എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല സത്യം പറഞ്ഞാല്. ഓസ്ട്രേലിയയിൽ എത്തണമെന്നുള്ള പോലും ഒരു ഡ്രീം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനൊരു പ്രധാന പങ്ക് വെച്ചാണ് എയ്സ് മൈഗ്രേഷൻ. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ ഏജൻസി എന്തായാലും സജസ്റ്റ് ചെയ്യുന്നതാണ്.